നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസം 18-19 തീയതികളിൽ ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, പെൻഷനായവരുടെ അടച്ച തുക വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ശലഭക്കൂട്ടം എന്ന പേരിൽ ഏകദിന ഉല്ലാസ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയെ തുടർന്ന് കുട്ടികൾക്കായി മാജിക് ഷോയും അരങ്ങേറി. ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പുഴ ടൗൺ സൗത്ത് യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ബി സബിൽ രാജ് മുഖ്യ പ്രഭാഷണം നടത്തി. വാർത്തകൾ വിശദമായി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസം 18-19 തീയതികളിലായി ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസം 18-19 തീയതികളിൽ ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. സർക്കാർ നിർദ്ദേശപ്രകാരം ഒരു വാർഡിൽ കുറഞ്ഞത് 4 കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തും. ഇതിനായി നഗരത്തിലെ മുഴുവൻ ജനവിഭാഗത്തിന്റെയും പങ്കാളിത്തം ഉറപ്പാക്കും. 16-ാം തീയതി 3 മണിക്ക് നഗരസഭാ കൗൺസിൽ ഹാളിൽ രാഷ്ട്രീയ പാർട്ടികൾ, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷൻ, സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, റോട്ടറി, ലയൺസ്, JCI, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ തുടങ്ങി നഗരത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും വിപുലമായ യോഗം ചേർന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണരൂപം നൽകും. മെയ് 18-ന് നഗരത്തിലെ വീടുകളും പരിസരവും ഓഫീസുകളും പരിസരവും ശുചീകരിക്കും. മെയ് 19-ന് നഗരത്തിലെ എല്ലാ വാർഡുകളിലും പൊതു ഇടങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരിക്കും. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഓരോ വാർഡിലും 20,000 രൂപ വീതം തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടി അപകടം ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിനും മഴക്കെടുതിയെ നേരിടാൻ ഹെൽത്ത് സർക്കിൾ അടിസ്ഥാനത്തിൽ ശുചിത്വ സ്ക്വാഡ് രൂപീകരിക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ കെ ജയമ്മ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PSM ഹുസൈൻ, നഗരസഭാ സെക്രട്ടറി AM മുംതാസ്, എഞ്ചിനീയർ ഷിബു നാൽപ്പാട്ട്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കക്ഷി നേതാക്കൾ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവരുടെയും കൂടി സഹകരണത്തോടുകൂടി നമ്മുടെ 52 വാർഡ് പ്രദേശങ്ങളും ഒക്കെ തന്നെ വൃത്തിയാക്കി നല്ലതുപോലെ വൃത്തിയാക്കി വെള്ളം ഒഴുകി പോകുന്ന രീതിയിലേക്ക് വെള്ളക്കെട്ടുകളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്കതിനുള്ള നടപടി സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ കൗൺസിൽ കൂടുന്നത്. അജണ്ട അത് മാത്രമാണ്. പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, പെൻഷനായവരുടെ അടച്ച തുക വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസ് പടിക്കലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, പെൻഷനായവരുടെ അടച്ച തുക വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ KUWSA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ജില്ലാ ഓഫീസ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CV രാജു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒരു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവൻ 60 വയസ്സായി പെൻഷനായി കഴിഞ്ഞാൽ ആ നിർമ്മാണ മേഖലയിൽ തൊഴിലാളി നമ്മുടെ ക്ഷേമ ബോർഡിൽ അടച്ചിട്ടുള്ള പൈസ അവന് ആ പെൻഷനാകുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ യഥാസമയം അത് കൊടുക്കുവാനോ അല്ലെങ്കിൽ വേണ്ട ആനുകൂല്യങ്ങൾ ഏതാണ്ട്
13ഓളം ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ബോർഡിൽ നിന്നും അംഗങ്ങൾക്ക് കൊടുത്തു വരുന്നു. മരണാനന്തര സഹായം, മരണമായിട്ട് ബന്ധപ്പെട്ട് പെൻഷൻ, 2 പെൻഷൻ പദ്ധതികളാണ് ഈ ക്ഷേമ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് മരണപ്പെടുന്ന ജില്ലാ പ്രസിഡന്റ് കെ ജയദേവൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി ജോർജ് മാത്യു, വി സതീശൻ, പി വി തമ്പി, എം മുജീബ് റഹ്മാൻ, ടി ജെ ജെയിംസ്, ഡേവിഡ് ജോൺ, ആർ അണ്ണാദുരൈ തുടങ്ങിയവർ സംസാരിച്ചു. ആർ രാജീവ്, ആർ ജയൻ, പി വി അഭിലാഷ്, സി ബി മാത്യു, ആനന്ദൻ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണ കാലതാമസം ഒഴിവാക്കുക, കെട്ടിട ഉടമകളിൽ നിന്നും സെസ് പിരിച്ചെടുക്കൽ വേഗത്തിലാക്കുക, സെസ് പിരിക്കലിലെ ഉദാസീനത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിൽ ഉന്നയിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ശലഭക്കൂട്ടം എന്ന പേരിൽ ഏകദിന ഉല്ലാസ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ശലഭക്കൂട്ടം എന്ന പേരിൽ ഏകദിന ഉല്ലാസ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്നത്തെ ഈ തിരക്കേറിയ ജീവിതത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ വൈസ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ, അതായത് ഈ ഒരു സ്ക്രീൻ അഡിക്ഷൻ ഇന്നത്തെ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അത് മൊബൈലിൻ്റെ രൂപത്തിലായാലും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ രൂപത്തിലായാലും, അല്ലെങ്കിൽ TV-യുടെ രൂപത്തിലായാലും ഒക്കെ മനുഷ്യരുടെ നല്ലൊരു സമയത്തെ കാർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും, വാർത്തകൾ പങ്കിടുന്നതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ വിശേഷങ്ങൾ പങ്കിടുന്നതിന് വേണ്ടിയിട്ടും ഒന്നും ആർക്കും സമയം ഇപ്പോൾ കണ്ടെത്താനായിട്ടില്ല. ജവഹർ ബാലഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് വാഹിദ് ചടങ്ങിൽ അധ്യക്ഷനായി. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100-ലധികം കുട്ടികൾ ശലഭക്കൂട്ടം ഉല്ലാസ പഠന ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഭാഗമായി മജീഷ്യൻ ദീപുരാജിന്റെ നേതൃത്വത്തിൽ ഇന്ദ്രജാലത്തിന്റെ വിസ്മയം തീർത്ത മാജിക് ഷോയും മറ്റ് കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷൻ പടിക്കലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഓപ്പറേറ്റിംഗ് വിഭാഗം ജീവനക്കാരായ മാസ്റ്റേഴ്സ് റാങ്ക്, ഡ്രൈവർ, ലാസ്കർ തസ്തികകളിലുള്ളവരുടെ പരിശീലനവും ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജലഗതാഗത വകുപ്പ് ഡയറക്ടറേറ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ പ്രവൃത്തി മേഖല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 ജില്ലകൾക്കപ്പുറത്തേക്ക് ഒരുപക്ഷെ എറണാകുളവും അങ്ങ് വടക്കുള്ള 2 ജില്ലകളും അടക്കം ചുരുക്കം ചില പ്രദേശങ്ങളിലായി 14 സ്റ്റേഷനുകളായി നിലകൊള്ളുന്ന ഈ വകുപ്പ്. പക്ഷെ വകുപ്പിന്റെ ചെറുപ്പമല്ല, അതിന്റെ വലിപ്പമെന്ന് പറയുന്നത് അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായിട്ടുള്ള, അവരുടെ ജീവിതവുമായിട്ടുള്ള കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഈ വകുപ്പ് നൽകുന്ന സംഭാവന, അത്തരം ഒരു ജൈവ ബന്ധത്തിലാണ് ഈ വകുപ്പ് നിലനിൽക്കുന്നത്. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എസ് സുരേഷ് ബാബു ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി എം അനിൽകുമാർ ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പുഴ ടൗൺ സൗത്ത് യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ബി സബിൽ രാജ് മുഖ്യ പ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പുഴ ടൗൺ സൗത്ത് യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. ആലപ്പുഴ വലിയകുളം ജംഗ്ഷന് സമീപം നടത്തിയ വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. അതിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സംസ്ഥാന തലത്തിൽ ധനമന്ത്രിയോട് സംസാരിച്ചു, പ്രധാനമന്ത്രിയോട് സംസാരിച്ചു, അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയോട് സംസാരിച്ചു. പരിഹാരമുണ്ടാകാതെ വന്നപ്പോൾ ഭാരതീയ ഉദ്യോഗ വ്യാപാര മണ്ഡലം എന്നുള്ള ദേശീയ സംഘടനയുമായി ചേർന്നുകൊണ്ട്
ദേശീയ തലത്തിൽ നടത്തിയ അത്യുജ്വലമായ സമരം. അന്നൊരു വ്യാപാര സംഘടനയും നമ്മളെ സഹായിച്ചില്ല. കേരളത്തിലെ ഈ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വ്യാപാര സംഘടനകൾ നമ്മുടെ സമരത്തിനെതിരെ നിലപാടെടുത്തു. GST വന്നാൽ കേരളത്തിന് നേട്ടമുണ്ടാകുന്നു. എന്തായിരുന്നു ആദ്യത്തെ GST? ഒരക്ഷര തെറ്റിന്റെ പേരിൽ പോലും നിങ്ങൾ ജയിലിൽ പോകണം. നിങ്ങളുടെ കടയിൽ ഇപ്പോഴത്തെ നിയമത്തിന് വിരുദ്ധമായി ഒട്ടനവധി നിയമങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് ബി മുഹമ്മദ് നജീബ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ബി സബിൽരാജ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി സൈഫുദ്ദീൻ പ്രമേയ അവതരണവും ജനറൽ സെക്രട്ടറി വിശ്വകുമാർ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ജോൺകുട്ടി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KS മുഹമ്മദ്, ഹരിക്കുട്ടൻ, R സുഭാഷ്, KK നായർ, B നൈസാം തുടങ്ങിയവർ സംബന്ധിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അഷ്കർ ആബിദ സ്വാഗതവും സാബു വർഗീസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി മുഹമ്മദ് നജീബിനെ യൂണിറ്റ് പ്രസിഡന്റായും വിശ്വകുമാറിനെ സെക്രട്ടറിയായും ജോൺകുട്ടിയെ ട്രഷററായും വീണ്ടും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസം 18, 19 തീയതികളിൽ ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, പെൻഷനായവരുടെ അടച്ച തുക വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ശലഭക്കൂട്ടം എന്ന പേരിൽ ഏകദിന ഉല്ലാസ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയെ തുടർന്ന് കുട്ടികൾക്കായി മാജിക് ഷോയും അരങ്ങേറി. ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി PS സന്തോഷ് കുമാർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആലപ്പുഴ ടൗൺ സൗത്ത് യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി B സബിൽരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.